അമൃതക്കുട്ടിയുടെ ഒരു സ്നേഹിതന്റെ ഇവിടെ കറക്റ്റ് മനസ്സിലായി ആരാന്ന്. ഞാൻ പറഞ്ഞ എന്റെ ഒരു സ്നേഹിത വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് അല്ലേ? അതെ. എങ്ങനെയുണ്ട് തിരുവനന്തപുരം? തിരുവനന്തപുരം അടിപൊളിയായിരിക്കുന്നു. അടിപൊളിയായിരിക്കുന്നു. അനിയത്തിക്കുട്ടി ഉറക്കം തന്നെ. പിന്നെ ഇടക്കിടക്ക് എണീക്കും, കരയും, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. എന്നെ കാണുമ്പോ ചിരിക്കും. ആണോ? ഒരു അതാ പറയാൻ പറ്റില്ല. അല്ലേ? അത്രയും ഭയങ്കര സ്നേഹമാണല്ലേ? അനിയത്തിക്കുട്ടിക്ക് ഡെഡിക്കേറ്റ് ചെയ്താലോ ഈ പാട്ട്? ഓക്കെ. സ്നേഹിതനെ സ്നേഹിതനെ രഹസ്യ സ്നേഹിതനെ. വാട്ട് എ ബ്യൂട്ടിഫുൾ സോങ്. മൈ ഗോഡ്, ഒരു ഉഗ്ര സെലക്ഷൻ ആണ് കേട്ടോ. ഇത് പാടി ഉഗ്രനാകാൻ പറ്റും കേട്ടോ. இந்த பாட்டோட ஜாதகம் சொல்லுங்க. സിനിമ അലൈപ്പായുതേ, വർഷം 2005, മ്യൂസിക് AR റഹ്മാൻ സാർ, ലിറിക്സ് വൈരമുത്തു സാർ, പാടിയത് സാധന സർഗം മാം. இது வந்து தமிழ் சாங் பாடுறது முதல்ல தானா? அந்த மாதிரி தானா? முதல்ல தானா தமிழ் சாங்? தானா? முதலாவதாக பாடுறீங்க. ആദ്യത്തെ പ്രാവശ്യമാണോ തമിഴ് പാട്ട് പാടുന്നത്? അതെ. തമിഴ് പഠിച്ചിട്ടുണ്ടോ? വേറെ പാട്ടുകള് പഠിച്ചിട്ടുണ്ട്. പരിചയമുണ്ടോ? കുഴപ്പമില്ല. തമിഴ് എപ്പടി പഠിച്ചത്? തമിഴ് കേട്ട് എഴുത தெரியுமா? ഇല്ല. எனக்கு தெரியாது. എനിക്ക് தெரியும் എഴുതാൻ. എഴുത தெரியுமா? അത് പഠിച്ചു. ഞാന് പാട്ട് പഠിച്ചത് കോയമ്പത്തൂരിന്ന് SR കൃഷ്ണമൂർത്തി സാറിന്റെ കീഴിലായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയപ്പം സാറിന്റെ കയ്യിലുള്ള ബുക്ക് മുഴുവൻ തമിഴിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ സാർ ഇങ്ങനെ ബുക്ക് തന്നിട്ട് പറയും ഇതാ വായിച്ചോന്ന് പറയും. അങ്ങനെ ഞാൻ തമിഴ് പഠിച്ചു. ഞാൻ തമിഴ് എഴുതാനും വായിക്കാനും അറിയാം എനിക്ക്. ഹി ടോട്ട് മീ ആക്ച്വലി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നല്ലോണം പാടണേ. ഞങ്ങളുടെ ഫേവറേറ്റ് പാട്ടാണ് കേട്ടോ. ഓക്കെ. நேற்று முன்னிரவில் உன்னுத்திலப்புமடியில் காற்று நுழைவதனோ உயிர் கலைந்து கழித்திருந்தேன். இன்று வெண்ணிலாவில் அந்த ஈர நினைவில் கன்று தவிப்பதேனோ மனம் கலங்கி புலம்புகிறேன். கூந்தல் நெளிவில் ஏழு கோலச்சரிவில், கூந்தல் நெளிவில் ஏழு கோலச்சரிவில் கர்வமழிந்ததடி, என் கர்வமழிந்ததடி.
பூமடியில் காற்று நுழைவதெனோ குயில் கலந்து களித்திருந்தேன் இன்று விண்ணிலாவில் அந்த ஈர நினைவில் கன்று தவிப்பதெனோ மனம் கலங்கி புலம்புகிறேன் கூந்தல் நெளிவில் ஏழு கோலச்சரிவில் கூந்தல் நெளிவில் ஏழு கோலச்சரிவில் கர்வமழிந்ததடி என் கர்வமழிந்ததடி சொன்னதெல்லாம் பகலிலே புரிவேன் சொன்னதெல்லாம் பகலிலே புரிவேன் நீ சொல்லாததும் இரவிலே புரிவேன் காதில் கூந்தல் நுழைப்பேன் உந்தன் சட்டை நானும் போட்டு அலைவேன் நீ குளிக்கையில் நானும் கொஞ்சம் நனைவேன் உப்பு முட்டை சுமப்பேன் உன்னை அள்ளி எடுத்து உள்ளங்கை மடித்து கைக்குட்டையில் ஒளிந்து கொள்வேன் வெளிவரும்போது விடுதலை செய்து மீண்டும் வரம் வாங்கிக் கொள்வேன் ஸ்நேகிதனே ஸ்நேகிதனே ரகசிய ஸ்நேகிதனே சின்ன சின்னதாய் கோரிக்கைகள் செவி கொடு ஸ்நேகிதனே இதே அழுத்தம் அழுத்தம் இதே அணைப்பு அணைப்பு வாழ்வின் எல்லை வரை வேண்டும் வேண்டும் வாழ்வின் எல்லை வரை வேண்டும் வேண்டுமே ஸ்நேகிதனே ஸ்நேகிதனே ரகசிய ஸ்நேகிதனே சின்ன சின்னதாய் கோரிக்கைகள் செவி கொடு ஸ்நேகிதனே വൈശാഖേ, സാർ സെൻഡ് സ്റ്റേജ് ഫോർ യു. സഹോദര, എന്തൊരു ഫീലായിരുന്നു പാടിയത്. താങ്ക് യു സാർ. ഭയങ്കര നമുക്ക് ആ പാട്ടുമായിട്ടുള്ള നമുക്ക് ബന്ധം അത്തരം ഫ്രേസസിലൂടെയാണല്ലോ, അതങ്ങനെ തന്നെ ഫീൽ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. താങ്ക് യു സാർ. ചുമ്മാ വൈശാഖ് ഇങ്ങനെ ഗ്രൂം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പാട്ടിൽ പാറി പറന്ന് നടക്കുന്നു. താങ്ക് യു സാർ. ഗംഭീരം. ഈ പാട്ടിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് ആ ഒരു Yes. വോയിസ്. അത് ശ്രീനി ചേട്ടനാണ് പാടിയിരിക്കുന്നത്. ആ ശ്രീനിയാണ് പാടി. സാർ പാടി. പക്ഷെ അതൊരു ഭയങ്കര ലെവലിൽ പാടി വൈശാഖ്. ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ് ഷോസ്. ശരിക്കും നമ്മൾ താങ്ക് ചെയ്യണം വേണ്ടത്. യെസ് താങ്ക് യു സോ മച്ച്. ശരിക്കും താങ്ക് യു സോ മച്ച് The ഏട്ടാ. kids are really lucky to have such mentors. യെസ് വെരി മച്ച്. Yes. ഇവിടെ ഇങ്ങനെ പാടാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം നമുക്ക് എന്താ പറയാ, ഇതുപോലൊരു കോറസ് പാടാറുണ്ട്, പക്ഷെ ഇത് ഒരു ഇൻഡിവിജ്വൽ സംഭവമാണ്. അത് പാടാൻ കിട്ടിയാൽ എനിക്ക് വളരെ സന്തോഷം. ഇവർക്ക് ഇവരൊന്ന് കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ നമുക്കും പറ്റിയെന്നുള്ളതിൽ Yes. ഭയങ്കര സന്തോഷം. അതൊരു ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദാറ്റ് സോങ് and beautifully done. Thank you വൈശാഖ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു വൈശാഖ് ഏട്ടാ. ബ്യൂട്ടിഫുൾ. കൂന്തൽ നലിവിൽ ഏഴ് കോലച്ചരിവിൽ ഈ പാട്ടില് ഒരു മഞ്ഞ പൂപ്പാറ്റെ പോലെ ഇങ്ങനെ പാറി പാറി നടന്നില്ലേ നമ്മുടെ കുഞ്ഞ്. എവിടെയൊക്കെ പോയി ഒരു ജേർണിയാണ് ഈ പാട്ടെന്ന് പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ സോങ് അല്ലേ, അതെ. ഇറ്റ്സ് നോട്ട്. ഇമോഷൻസിന്റെ ജേർണിയാണ്. അതാണ്. അപ്പോൾ ഇമോഷൻസ് ടച്ച് ചെയ്തില്ലെങ്കിൽ ഈ പാട്ട് ഫീൽ ചെയ്യില്ല. അത് നമ്മുടെ കുഞ്ഞ് അത് ടച്ച് ചെയ്യുന്നുണ്ട്. പല പൂക്കളിലും പോകുന്നുണ്ട്. ഓരോ നോട്ട് നമ്മൾ എടുക്കുമ്പോൾ, ഓരോ ഫ്രേസ് എടുക്കുമ്പോൾ അതൊക്കെ ഓരോ പൂവായിട്ട് കാണുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും. ആ പൂവിൽ പോയി അതിന്റെ തേൻ ഇങ്ങനെ കിനിഞ്ഞ്, പിന്നെ അടുത്ത പൂവിൽ പോയി അവിടെയും തേൻ കിനിഞ്ഞ്, അങ്ങനെ മൊത്തം ആകുമ്പോഴത്തേക്കും ഒരു മൊത്തം പൂക്കളുള്ള ഒരു ഗാർഡനിൽ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്ന നമ്മുടെ അമൃത കുട്ടിയാണ് അങ്കിളിൽ നിന്ന് കാണാൻ പറ്റിയത് കേട്ടോ. ദാറ്റ് ഈസ് വെരി വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു. പിന്നെ ആദ്യമായിട്ട് തമിഴ് ആദ്യമായിട്ടാണല്ലോ പാടുന്നത്. അപ്പോൾ ചില ഡിക്ഷൻ അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. അത് കുഴപ്പമില്ല. അത് കണ്ണടക്കേണ്ട കാര്യമാണെന്ന് അങ്കിളിന് തോന്നുന്നുണ്ട് കേട്ടോ. ശരിക്കും ടേക്ക് ഓഫ് ചെയ്തത്, അതായത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത് എവിടെയാണ്? എവിടെയായിരിക്കും? എവിടെയാന്ന് തോന്നുന്നത്?
ഹൈ പോയപ്പോഴാണോ? അനുപല്ലവി കേട്ടോ. അനുപല്ലവി. ആ അത് ചിന്ന 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 ചിന്ന. അർത്ഥം. ചിന്ന ചിന്ന. ആ. അവിടുന്ന് നമ്മുടെ ചിന്നക്കുട്ടി ഒരു പിരി കുട്ടിയായി സംഗീതത്തില്. ഭയങ്കര രസമായിരുന്നു. അതൊന്ന് പാടി കേൾപ്പിക്കാമോ? சின்ன சின்ன அர்த்தமீறல் புரிவாய் ആ என் செல்லெல்லாம் பூக்கள் பூக்க செய்வாய் மலர்கையில் மலர்வாய் ആ ആ. അത് നല്ല രസമായിരുന്നു. രണ്ടാമത്തെ ചരണത്തില് മെതുവായി മെതുവായി സോഫ്റ്റ് ആയിട്ട്, അങ്ങനെ സോഫ്റ്റ് ആയിട്ടാണ് മൊത്തം പാട്ട് പാടിയത് കേട്ടോ. ഒരുപാട് വോയിസ് ഓപ്പൺ ചെയ്തില്ല. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഈ പാട്ട് പാടുമ്പോഴത്തേക്കും. Yes. തൊട്ടു പക്ഷെ തൊട്ടില്ല, പാട്ട് പിന്നെയും തൊടും എന്ന് തോന്നും പക്ഷെ തൊടില്ല. അതിന്റെ അടുത്ത് വരും ഒരു പാട്ടിന്റെ തൂവൽ സ്പർശമാണ്, ഒരു ഫെദർ ടച്ച് ആണ്. ആ ഫെദർ ലൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മോള് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തൊട്ടും തൊടാതെയൊക്കെ മോളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. പിന്നെ എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, പല്ലവിയുടെ അവസാനം ഞാൻ അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഒരു ബ്രത്തിൽ എടുത്താലാണ് അത് ബെസ്റ്റ് ആയിരിക്കുക. പക്ഷെ മോക്ക് അത് അവിടെ പറ്റിയില്ല അല്ലേ? അത് സാരമില്ല, പക്ഷെ ഒന്ന് അത് അങ്ങനെ പാടി കേൾപ്പിക്കാമോ? അതാണ്. അപ്പൊ വാഴ്വ് എന്നുള്ളതിന് മുമ്പേ ഒരു നല്ല ബ്രത്ത് എടുത്താണ്. കുറച്ചും കൂടെ ബ്രത്ത് എടുക്കാം അവിടെ. സസ്റ്റൈനിലൊക്കെ ശ്രുതി ഇങ്ങനെ ചേർന്നിരിക്കണം കേട്ടോ. ഒന്ന് രണ്ട് സ്ഥലത്ത് കുറച്ചൊന്ന് മാറിപ്പോയിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു തമിഴ് പാട്ട് ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു വലിയൊരു കൈയടി കൊടുക്കേണ്ട രീതിയിലാണ്. അതാണ് നമ്മുടെ കണ്ണിലും കാതിലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതാണ് കേട്ടോ. നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് 3 പേർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അത് സുന്ദരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പോട്ടെ മുന്നോട്ട് കേട്ടോ. അമൃതക്കുട്ടി എന്തോ ബ്യൂട്ടിഫുൾ ആയി പാടി മോളെ. ഞാനും ആര്യൊക്കെ ഇവിടെ ഇരുന്നിട്ട് ശരിക്കും എൻജോയ് ചെയ്യുന്നു, കണ്ണടച്ച് എൻജോയ് ചെയ്യുന്നു. ഈ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡേൺ ഔട്ട്ലുക്കാണ് ഫോർ റൊമാൻറ്റിക് സോങ്സ്. അലൈപായതയിലാണ് ഒരു ഭയങ്കര ഒരു മാറ്റം കൊണ്ടുവന്നത് റഹ്മാൻ. അതിന്റെ വരികളുടെ ഭംഗിയായാലും ശരി, പാടിയതിന്റെ ഭംഗിയായാലും ശരി, മ്യൂസിക്കിന്റെ ഭംഗിയായാലും ശരി, അത് പിക്ചറൈസ് ചെയ്തതിന്റെ അഴകായാലും ശരി, ഒരു സെൻസേഷൻ ഉണ്ടാക്കിയ ഒരു പാട്ടാണത്. അത് സാധന സർഗം എന്ന ഗായികയാണ് പാടിയിട്ടുള്ളത്. ഒരു വോയിസ് എന്ന് പറഞ്ഞാൽ ഒരു സിൽക്കി ടച്ച് ഉള്ള വോയിസ് ആണ്. എന്ത് പാടിയാലും ഒരു ബ്യൂട്ടിയാണ്. ഒരു 2 ലൈൻ പാടിയാലും അതവിടെ അട്രാക്റ്റീവായിട്ട് നിൽക്കും. അപ്പൊ അങ്ങനത്തെ ഒരു പാട്ട് മോള് സെലക്ട് ചെയ്ത് അതിനെ മാക്സിമം നീതി പുലർത്തി പാടി എന്നുള്ളതാണ്. ഫുൾ ജസ്റ്റിസ് ടു ദ സോങ്. റിയലി എൻജോയിങ് ദാറ്റ് സോങ് അല്ലേ? യെസ്, ഞാനും ഇങ്ങനെ കണ്ണടച്ചിരുന്ന് കേൾക്കുമായിരുന്നു. ഫ്ലോ നമുക്ക് പറയാൻ പറ്റാത്ത വിധത്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അതിങ്ങനെ ഒരു ഒഴുക്കുണ്ടായിരുന്നു. എന്താണ് ചെയ്തത് ഒരു മാജിക്കിന്? ഇങ്ങനെ ഒരു മാജിക് ഉണ്ടാക്കാൻ ഒന്നും ചെയ്തില്ല. എന്തോ ചെയ്തിട്ടുണ്ട്. ഇല്ല, അമ്മയോട് ചോദിക്കാം ഞാൻ. ചോദിച്ചോ. അമ്മ അല്ലാതെ വല്യമ്മയാണേ. ബ്യൂട്ടിഫുൾ ഇറ്റ് വാസ്. റിയലി കോംപ്ലിമെന്റ് യു. അമൃതക്കുട്ടി, എന്തോ എനിക്ക് പറയാൻ വാക്കുകളില്ലാതായി പോകുന്നു. ഞാൻ ഇപ്പോഴും ആ പാട്ടിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ല എന്റെ ഫേവറേറ്റ് പാട്ടാന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണടച്ചിരുന്ന് കേട്ടു. എന്നെ ആദ്യം അട്രാക്ട് ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമൃതക്കുട്ടിയുടെ ആ ശബ്ദം. ആ ശബ്ദത്തിൽ ഈ പാട്ടിനൊരു പ്രത്യേക ഭംഗി, ഒരു പ്രത്യേക ഭംഗി എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ഭംഗി ആ പാട്ടിലേക്ക് ആ ശബ്ദത്തിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനൊരു സുഖം, അതിന് കയ്യടി തരാൻ പറയാം, അങ്ങനെ പറയാം അല്ലേ? അതിനൊരു കയ്യടി. ചരണം എൻഡിങ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയി പാടി, നല്ല ബ്യൂട്ടിഫുൾ. അനുപല്ലവി മുതൽ MJ സാർ പറഞ്ഞ പോലെ ടേക്ക് ഓഫ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ നോട്ട്സ് അതുപോലെ സസ്റ്റെയിൻ ചെയ്ത് എൻ സെല്ലെല്ലാം പൂക്കൾ പോട്ട് അതൊന്നും പാടി അങ്ങനെ വെക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. യു ആർ വെരി 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 ടാലന്റഡ് ഗേൾ വിത്ത് എ ബ്യൂട്ടിഫുൾ വോയിസ്. കേട്ടോ അമൃതക്കുട്ടി, എനിക്ക് ഇപ്പോഴും ആ പാട്ട് ഇങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ അലയടിക്കുകയാണ്. അതുകൊണ്ട് ചേച്ചിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല വേറെ. കേട്ടോ, ഓൾ ദി ബെസ്റ്റ്. ചക്കര ഉമ്മ നിനക്ക്. നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുമ്പോഴേ എങ്ങനെയാണ് നമ്മളത് കാണുന്നത് എന്നുള്ളതാണ്. അതെപ്പോഴും ഇങ്ങനെയാണ്. അതായത് ഇത് സാധനാജി പാടിയത് അതുമായിട്ട് കമ്പാരിസൺ അല്ല ഒരിക്കലും. അവരൊക്കെ എത്ര അധികം എക്സ്പീരിയൻസ്ഡ് ആണ്, ലെജൻഡ് ആണ്. പക്ഷെ നമ്മുടെ കുഞ്ഞ് ആദ്യമായിട്ട് ഒരു തമിഴ് സോങ് പാടി പഠിച്ച് അതിവിടെ കൊണ്ടുവന്ന് പെർഫോം ചെയ്യാം. അപ്പൊ ആ സമയത്ത് ആ കുഞ്ഞിന്റെ വയസ്സിൽ എങ്ങനെ ഈ പാട്ട് ആ കുഞ്ഞിന് എടുക്കാൻ പറ്റുന്നു, അതിന് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു,
അത് ഇമോഷണലി നമ്മളെ എങ്ങനെ ഒരു അനുഭവമാക്കി മാറ്റുന്നു, ആ രീതിയിലാണ് നമുക്ക് ഇതിൽ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ച. അല്ലേ ഉണ്ണിച്ചേട്ടാ? അൺഡൗട്ടഡ്ലി അല്ലേ Yes, ആര്യക്കുട്ടി? yes. ആ കാഴ്ചപ്പാടിലൂടെയാണ് ഈ മാർക്കുകളൊക്കെ ഓരോ കുഞ്ഞിനും തന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ടുഡേ യു ഡിസേർവ് 99 on 100. അമൃതക്കുട്ടിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ. തമിഴ് രാജാവെ കൂപ്പിടുറേ. യെസ്, വെൽക്കം.